മാധ്യമപ്രവർത്തന രംഗത്ത് തന്റെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് ഖാദർ കരിപ്പടി. ഖാദർ കരിപ്പടിയെ പറ്റി മാധ്യമങ്ങളിൽ വളരെ വലിയ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പല മാധ്യമങ്ങളും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഖാദർ കരിപ്പടിയെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. 10ഓളം കേസുകൾ ഉണ്ടെന്ന് പറയുന്നു. ഖാദർ കരിപ്പടി വധശ്രമ കേസിൽ ഇപ്പോൾ ഒളിവിൽ പോയി എന്ന് പറയുന്നു പോലീസ്. അതിന്റെ വിശകലനങ്ങളിലേക്ക് കടക്കുന്നില്ല. ഖാദർ കരിപ്പടി ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു പണമിടപാടിന്റെ പേരിൽ വാക്കുതർക്കമുണ്ടാവുകയും അത് അടിപിടിയിൽ കലാശിക്കുകയുമാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ ഏറ്റവും പുതിയ വീഡിയോ ഖാദർ കരിപ്പടി തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുകയാണ്. എന്താ ഖാദറെ സംഭവിച്ചത് എന്ന് ചോദിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെച്ച് വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എനിക്കെതിരെ ഒരു FIR വന്നു, ആ FIRനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് വാർത്ത കൊടുത്തോ? ഒരു തെറ്റുമില്ല, നിങ്ങൾ കൊടുത്തോ? എനിക്ക് വാർത്തയെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ രാജ്യം കടന്നു, ഞാൻ സംസ്ഥാനം കടന്നു എന്നൊക്കെ പറയുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് കഴിഞ്ഞ ജനുവരി 27-ന് ജില്ല കണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ബാനർ ഇല്ലാതെ 2-3 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 5 ദിവസം കൊണ്ട് ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചിരുന്നു കാസർഗോഡ് മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട്. ആ വാർത്ത എന്നെ കുറിച്ച് ഇപ്പോൾ നെഗറ്റീവായി വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നു എത്ര മാധ്യമങ്ങൾ ചെയ്തു. ഹൈപ്പ് കൊടുത്ത് ചെയ്ത ഒരു വാർത്ത നിങ്ങൾ കാണിച്ച, നിങ്ങൾ പറയുന്നത് എന്തും കേൾക്കാൻ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ആ വാർത്ത കവർ ചെയ്യാൻ വന്നിട്ട്, അതായത് ഞങ്ങളുടെ പ്രതിഷേധ മാർച്ച് കവർ ചെയ്തിട്ട് അത് പൂഴ്ത്തി വെച്ചവരല്ലേ നിങ്ങൾ? അത് നിങ്ങൾ എന്നോട് എന്ത് ചെയ്യും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി പരാതിക്കാരന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് സ്വർഗം, ഹക്ക്, സത്യസന്ധതയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നിന്നോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം പരാതിക്കാര. എടാ, നീ ആ കമ്പനിയിൽ നിന്ന്, അതായത് എൻ്റെ കമ്പനിയിൽ നിന്ന്, ഞങ്ങൾ പാർട്ട്ണർഷിപ്പിലുള്ള, ഞാനടക്കം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എൻ്റെ കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു പോയി 1 വർഷം കഴിഞ്ഞിരിക്കാം. അവനോട് അത് ചോദിച്ചതിന്റെ സ്ക്രീൻഷോട്ടാണ് ഇതൊക്കെ. നോ റിപ്ലേസ്. എന്നിട്ട് അവസാനം ഇത് ചോദിച്ച എൻ്റെ കർണാടകക്കാരനായിട്ടുള്ള ഗാളിമുഖ സ്വദേശിയായിട്ടുള്ള എൻ്റെ പാർട്ട്ണറായ ഈ ഷഹാക്കിനെ അവന്റെ നാടിനെ വെച്ച്, അവന്റെ നാട്, നീ ഗാളിമുഖക്കാരനല്ലടാ, നീ എന്ത് ചെയ്യും എന്നാണ് ഇവൻ ചോദിച്ചത്. എന്താടാ, ഗാളിമുഖക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ? ഒരു നാടിനെ നിസ്സാരവൽക്കരിക്കരുതടാ. നീ അവിടെ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അയാൾ എന്താണ് സമൂഹത്തിൽ ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ഈ മഴ നമ്മൾ നനയും, ഇനി വെയിൽ വന്നു കഴിഞ്ഞാൽ അതും കൊള്ളും, മഞ്ഞുണ്ടായാൽ അതും കൊള്ളും. ഈ പോരാട്ടം അവസാനിപ്പിക്കണമെന്നുണ്ട് എങ്കിൽ ഈ നാടിന് ദോഷം. പണമിടപാടുമായി ബന്ധപ്പെട്ട അടിപിടിയും അതുമായി ബന്ധപ്പെട്ട കേസും അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. എന്നാൽ അതിൻ്റെ നിയമപരമായ കാര്യങ്ങളിലേക്ക് നാം കടക്കുന്നില്ല. പക്ഷേ ഒരാളുടെ പേരിൽ കേസ് വരുമ്പോൾ അദ്ദേഹത്തെ സമൂഹത്തിൽ താറടിച്ച് കാണിക്കുന്ന പ്രവണത വളരെ വേദനാജനകമാണ്. പല ആളുകളും വലിയ വലിയ കേസുകളിൽ ഉൾപ്പെട്ട ആളുകളുണ്ട്. ജനപ്രതിനിധിയായ ആളുകൾ കാപ്പ കേസുകളിൽ ചുമത്തപ്പെട്ട് ഇപ്പോൾ ജയിലറുകളിൽ കഴിയുന്നുണ്ട്. ഒരിക്കൽ കൂടി പറയുകയാണ്, അദ്ദേഹത്തിനെതിരെയുള്ള കേസ് തന്നെയാണ്. അദ്ദേഹം ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അതൊരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല. അതിൻ്റെ പേരിൽ ഒരാളെ വ്യക്തിഹത്യ നടത്തി സമൂഹത്തിൽ താറടിച്ച് കാണിക്കുന്ന വളരെ മോശമായ പ്രവണത അവസാനിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്.